എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, നമ്മളോടൊപ്പം സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന അലീന ഇവിടുന്ന് എന്തിനാ പോയത് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അമ്മ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മിഥ്യാധാരണയായിരുന്നു അവൾക്ക് നഷ്ടപ്പെട്ട വീട്. അപ്പോൾ ആ വീട് തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയൊക്കെ അവൾ കാണുന്നത് എനിക്കെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളായിട്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നിങ്ങളിങ്ങനെ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യമൊന്നും ബുദ്ധിമുട്ടിലാവരുത്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് എടുക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി, അതുപോലെ തന്നെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങളോട് അമ്മ അങ്ങനെ അലീന ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്നൊക്കെ ചിലപ്പോൾ പറയും. അപ്പോൾ നിങ്ങൾ അത് അവളുടെ മുന്നിൽ വെച്ച് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ നിങ്ങളുടെ സ്പേസിൽ അതൊക്കെ ചെയ്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൂമൊക്കെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിലേക്ക് വന്നോ, ഞാൻ അവിടെ ആ അലങ്കോലമാക്കി ഇട്ടിരിക്കാം എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ബബിതയോടാണെങ്കിലും ബാലേന്ദ്രൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിനക്കിങ്ങനെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ കണ്ടാൽ നീ പ്രതികരിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറയാണ് കേട്ടോ. നിനക്കത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ബബിത പറയുകയാണ്, ഇനി ഞാൻ അമ്മേനോട് വഴക്കിനൊന്നും പോവില്ല എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് ന്യായം അല്ലാന്ന് തോന്നിയ കാര്യങ്ങൾ നിനക്ക് പറയാം, പറയണ്ടെന്നല്ല പറഞ്ഞത്, അത് എന്നോട് വന്ന് പറയാം. അപ്പം നമുക്ക് തമ്മിൽ അതൊരു ഇതുണ്ടാക്കാം എന്നൊക്കെ നയപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് അവർ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മക്കളെയൊക്കെ ആദ്യം തന്നെ ഫ്രണ്ടിൽ അവിടെ തന്നെ ഇറക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ എന്നിട്ട് സൈഡിൽ കൊണ്ടുപോയി വണ്ടി നിർത്തും. മക്കളാണെങ്കിൽ അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ, ബാലേന്ദ്രൻ വരാൻ വേണ്ടിയിട്ട്. ബാലേന്ദ്രൻ വന്ന ശേഷമാണ് അകത്തേക്ക് കയറുന്നത്. അവർ കയറി വരുമ്പോൾ തന്നെ വൈജയന്തി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു, ബിരിയാണിയൊക്കെ കഴിച്ചോ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി അല്ല കഴിച്ചത്, കുഴിമന്തി ആയിരുന്നു എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ, നീ എന്താടി കഴിച്ചതെന്ന് ബബിതയോട് ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ കിംവദന്തി ഫ്രൈ ആണ് കഴിച്ചതെന്ന് പറയും. അപ്പോൾ വൈജയന്തിക്ക് മനസ്സിലായിട്ട് വൈജയന്തിനെ കളിയാക്കിയതാണെന്ന്. അപ്പോൾ വൈജയന്തി ബബിതയോട് ചോദിക്കുകയാണ്, കിംവദന്തി ഫ്രൈയോ, നീ എന്താടി എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ബബിത പറയുകയാണ്, അതിന് അമ്മേനെ ആരും കുരങ്ങ് കളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അമ്മ സ്വയം തന്നെ കളിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല. ഇന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പുറത്തു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്നും അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കണം അടുക്കളയിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രോഹിത്താണെങ്കിലും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് എന്താ ഒരു ദിവസം പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വൈജയന്തി പറയുകയാണ്, ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഭക്ഷണം കിട്ടുമെന്ന്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അപ്പം അച്ഛനും അമ്മ പറയുന്നത് അനുസരിക്കണമെന്ന് നോക്കുമ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നതനുസരിച്ചാൽ മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ ഈ അമ്മ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ വൈജയന്തിയുടെ സംസാരം കേട്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അമ്മയില്ലല്ലോ, അതുപോലെ തന്നെ ഭാര്യയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ നിന്ന് ഭാര്യ ഇറങ്ങിപ്പോയി, ഇങ്ങനെ തിരിച്ചു കയറണമെങ്കിൽ എൻ്റെ അനുവാദം ചോദിക്കണം, അതൊക്കെ ഭാര്യ ചോദിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വൈജയന്തി ഭയങ്കര സങ്കടത്തോടുകൂടി വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാന്ന്. എനിക്കറിയില്ല, ഞാനില്ലാത്ത സമയത്ത് എവിടേക്കോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഗതി കിട്ടാതെ ഇവിടെ കയറി വന്ന പ്രേതാണെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവേ. അപ്പം അത് വൈജയന്തിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. പിന്നീട് മക്കളെല്ലാവരും മക്കളുടെ റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. വൈജയന്തി സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ സ്റ്റാൻലിനെയും വല്യപ്പച്ചനെയാണ് കാണിക്കുന്നത്. സ്റ്റാൻലി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ. വല്യപ്പച്ചനാണെങ്കിലും സ്റ്റാൻലിനോട് മതിയടാ, നീ കുറച്ച് ഓവറായിട്ടുണ്ട്, മതി നിർത്ത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വല്യപ്പച്ചനോട് ഒരു പെഗും കൂടെ ഒഴിക്കട്ടെ എന്നാണ് കേട്ടോ സ്റ്റാൻലി ചോദിക്കുന്നത്. അപ്പച്ചൻ ഒരെണ്ണം കൂടെ ഒഴിച്ചു തരാമെന്ന് അറിയുമ്പോൾ അപ്പച്ചൻ ഇങ്ങനെ വേണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അതെന്താ അപ്പച്ചൻ കഴിക്കാത്തത്, അതെനിക്കറിയണം, ചിന്നമ്മേനെ പേടിച്ചിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയാണ്, ഒറിജിനൽ ചിന്നമ്മേനെ എനിക്ക് പേടിയില്ലായിരുന്നു, പിന്നെയല്ലേ ഈ ഫോട്ടോ കോപ്പി എന്ന് പറയേ. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാൻലി പറയാണ്, ഇതാണ് ഒറിജിനൽ ചിന്നമ്മ, ഞാനും അപ്പച്ചനും ഒക്കെ കൂടെ ചേർന്ന് ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായ ചിന്നമ്മ ഇതാണ്, മറ്റേ ചിന്നമ്മ വേറെ വീട്ടിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് ഇതാണ് ഒറിജിനൽ ചിന്നമ്മ എന്ന് പറയാണ് കേട്ടോ. ഇതാണ് ഇനിയിപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ അപ്പച്ചനോട് ചോദിക്കുകയാണ്, എൻ്റെ മകള് സുന്ദരിയല്ലേ, മിടുക്കിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ സമ്മതിച്ച് തന്നിടാവേ, അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ വല്യപ്പച്ചൻ ഇങ്ങനെ സ്റ്റാൻലിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീന 23 വർഷം ഇങ്ങനെ അനാഥയായിട്ടാണല്ലോ ജീവിച്ചത്, അതും ഒരു അനാഥാലയത്തിൽ. അപ്പോൾ അതൊക്കെ സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്.
സ്റ്റാൻലി ആണെങ്കിലും വല്യപ്പച്ചൻ കുറേ കഴിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലി മദ്യപിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ രാജകുമാരിയാണത് എന്നൊക്കെ പറയുകയാണ്. അവളുടെ പേര് അലീന എന്നുള്ളത് ഞാനങ്ങ് മാറ്റി പ്രിൻസസ് ഓഫ് കൊളത്തൂപ്പുഴ എന്നാക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ ലോകം ചുറ്റാൻ പോവും. ലോകം ചുറ്റി ഞങ്ങൾ തിരിച്ചു വന്ന ശേഷം അവളുടെ കല്യാണം ഞാൻ ഒരു രാജകീയമായിട്ട് തന്നെ നടത്തും, ഒരു കോടീശ്വരനായ ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്നൊക്കെ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ലോകം ചുറ്റാൻ പോകുമ്പോൾ. അപ്പോൾ ആരെയും കൊണ്ടുപോവില്ല, ഞങ്ങൾ പപ്പയും മോളും മാത്രമേ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ എല്ലാം നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ കെട്ടിറങ്ങുന്ന സമയത്ത് നീ ഇതൊക്കെ ഇങ്ങനെ മറക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വല്യപ്പച്ചനാണെങ്കിലും കളിയാക്കിക്കൊണ്ട്. സ്റ്റാൻലി ആണെങ്കിൽ വീണ്ടും അലീനയുടെ ഓരോരോ കാര്യങ്ങളാണ് വല്യപ്പച്ചനോട് പറയുന്നത്. അപ്പോൾ വല്യപ്പച്ചനാണെങ്കിലും സ്റ്റാൻലിനോട് പറയുകയാണ്, നിനക്ക് അലീന മാത്രമല്ല മകളായിട്ടുള്ളത്, വേറെ 3 മക്കളുണ്ടെന്ന് നീ ഓർക്കണം എന്ന് പറയുമ്പോൾ, അങ്ങനെ അവരെപ്പോലെയല്ലല്ലോ അലീന വളർന്നു വന്നത്. 23 വർഷം അവൾ ഒറ്റയ്ക്കായിരുന്നു. ഇനി അതുകൊണ്ട് അവൾക്കൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ വല്യപ്പച്ചനോട് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത്. സ്റ്റാൻലി ആണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ച് ഓവറായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്യപ്പച്ചൻ മതി എന്ന് പറയുകയാണ്. എന്തായാലും പിന്നീട് സ്റ്റാൻലി ഞാൻ നിർത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് ഇങ്ങനെ സ്റ്റാൻലി വീഴാൻ പോകുന്ന സമയത്ത് വല്യപ്പച്ചനാണെങ്കിലും സ്റ്റാൻലിനെ ഇങ്ങനെ പിടിക്കാൻ നിൽക്കുമ്പോൾ പിടിക്കാനും സമ്മതിക്കുന്നില്ല കേട്ടോ. സ്റ്റാൻലി എന്നെ ആരും താങ്ങണ്ട, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചു വന്നവനാണ്, അന്ന് ഇങ്ങനെ താങ്ങാൻ ആരും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്യപ്പച്ചനെയും പിടിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നാലും വല്യപ്പച്ചൻ ഇങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ പിടിക്കാൻ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് സ്റ്റാൻലി ബെഡ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. നടന്നങ്ങ് പോകുന്ന സമയത്ത് വേച്ച് വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിലും അലീനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അലീന ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അനാഥാലയത്തിലൊക്കെ ജീവിച്ചതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം സ്റ്റാൻലിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇങ്ങനെ അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാണ് ബെഡ്റൂമിലേക്ക് അങ്ങ് നടന്നു കയറുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വല്യപ്പച്ചൻ നേരെ അലീനയുടെ റൂമിലേക്കായിട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഡോറിന് തട്ടിയിട്ട് മോളെ മോളെ എന്ന് വിളിക്കുമ്പോഴും അലീന ഡോറൊന്നും തുറക്കുന്നു കാണുന്നില്ലേ. അപ്പോൾ വല്യപ്പച്ചൻ തന്നെ ഡോറ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അലീന അവിടെ ബെഡിലിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പിണക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ ചെന്ന് അലീനയുടെ അടുത്ത് അവിടെ ആ ബെഡിലിരിക്കുക, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഒരു വിഷമം എന്ന് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ കൂടി കഴിഞ്ഞോ എന്നാണ് കേട്ടോ അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ പറയും, ഞാൻ ആകെ ഒരു പെഗ്ഗേ കഴിച്ചുള്ളൂ, അവനാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ വല്യപ്പച്ചന് പറയായിരുന്നില്ലേ, വല്യപ്പച്ചൻ്റെ മകനല്ലേ ഇങ്ങനെ പപ്പ, അപ്പോൾ അങ്ങനെ പപ്പ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനത് മിലിറ്ററിയിൽ നിന്ന് കിട്ടിയ സ്വഭാവമാണ്, അവന് പെട്ടെന്നൊന്നും അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, മുമ്പത്തെ പോലെയല്ലല്ലോ, ഇപ്പോൾ ഇങ്ങനെ പ്രായമായി വരികയല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു നോക്കിയതാണ്, അവൻ കേൾക്കണ്ടേ, നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ, കൈ പിടിച്ച് വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് വല്യപ്പച്ചനാണെങ്കിലും പറയും, അത് ഇവിടെ കിട്ടുന്ന പോലത്തെ സാധനമൊന്നുമല്ല, അതൊക്കെ അങ്ങ് പുറത്തുനിന്ന് വരുത്തിയതാണ്, അതിൽ അത്ര വിഷമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് സാധനം ഇങ്ങനെ അടിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് എന്ന് അലീന പറയുമ്പോൾ, അതിന് അവൻ ഇങ്ങനെ ഒന്നായിട്ട് ഒഴിച്ച് വലിച്ചു കുടിക്കുകയല്ലേ ചെയ്യുന്നത്, അവൻ പതിയെ പതിയാണ് കുടിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇങ്ങനെ കുടിച്ചാൽ എല്ലാം പ്രശ്നം തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പയുടെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ, അവൻ ഇടയ്ക്ക് ഇങ്ങനെ ചെക്കപ്പൊക്കെ നടത്താറുണ്ട്, മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്താറുണ്ട്, അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പ്രായം കൂടുന്തോറും ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഡോക്ടർമാർ ഇങ്ങനെ അത് വിഷമില്ല എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അലീന തിരിച്ച് വല്യപ്പച്ചനോട് ചോദിക്കുമ്പോൾ, അങ്ങനെ ഏതും ഡോക്ടർമാരും പറയില്ലല്ലോ മോളെ എന്ന് പറയേ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് പ്രായമായപ്പോൾ കൂടി ഇങ്ങനെ കുറച്ചില്ലേ എന്ന് വല്യപ്പച്ചൻ അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് പപ്പേനോടും കൂടെ ഒന്ന് പറയണ്ടേ, ഇങ്ങനെ വല്യപ്പച്ചൻ്റെ മോനല്ലേ പപ്പ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവന്നത്, ഇതിപ്പോൾ കുറേ കറുത്ത പട്ടികളുടെ കൂടെ ഒരു വെളുത്ത പട്ടി എന്നിങ്ങനെ അലീന പറയുമ്പോൾ വല്യപ്പച്ചനാണെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്, അലീനയും ബബിതയും തമ്മിൽ സംസാരിക്കുകയാണ്. ബബിത അലീനയോട് പറയുന്നുണ്ട്, ഞാൻ കാരണം ഇന്ന് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായിന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ
അലീന പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ അച്ഛനെയും അമ്മയും തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ അച്ഛനും അമ്മയും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇപ്പോൾ അമ്മയുടെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളെ തമ്മിൽ ഇങ്ങനെ പിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീപ്പൊരി ഇടാൻ എന്ന് അമ്മ ശ്രമിച്ചില്ലേ, അതുപോലെ പല കാര്യങ്ങളും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. അത് കഴിഞ്ഞ് രോഹിത്തും ബബിതയും കൂടെ റൂമിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ നമ്മളും അമ്മയും തമ്മിലൊരു വ്യത്യാസം ഇല്ലല്ലോ, അമ്മ ബാക്കിയുള്ളവരോട് വഴക്കിടും, നമ്മളിപ്പോൾ അതന്നെയല്ലേ ചെയ്യുന്നത്, അപ്പം അത്രയ്ക്ക് അങ്ങ് പറയണ്ടായിരുന്നു അമ്മേനോട് എന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് ബബിതയോട് പറയുന്നുണ്ട്. രോഹിത്ത് ബബിതയുടെ റൂമിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞ ശേഷം വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ട് ബബിതയോട് പറയുകയാണ്, പെൺകുട്ടികൾ വളർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആങ്ങളെ ആയാലും അച്ഛനായാലും കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണെന്ന് പറയേ. അപ്പം ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ബബിത പറയുകയാണ്, അമ്മയുടെ ആങ്ങളമാരോട് എത്ര അകലാണ് പാലിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ അങ്ങ് അളന്ന് മുറിച്ച് ചെയ്തോളാം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നീ എന്താടി തർക്കുത്തരം പറയുകയാണെന്ന് വെച്ച് വൈജയന്തി ദേഷ്യപ്പെടും കേട്ടോ. അപ്പം അമ്മ ആദ്യം അമ്മയുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ നാറും എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുന്നുണ്ട്. ബബിത അത് പറയുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. പിന്നീട് തിങ്കളാഴ്ച തൊട്ട് ബാങ്കിലേക്ക് പോയി തുടങ്ങുമെന്ന് വൈജയന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാങ്കിലേക്ക് പോകാനാണെന്ന് തോന്നുന്നുണ്ട്. വേഷത്തിൽ ഇറങ്ങി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.